വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1049/2024 എന്ന ചോദ്യപേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളാണ്. മുൻപ് നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 125 വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. 126ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് എന്ന് നോക്കാം. If profit is 25% of the cost price, then it is dash percentage of sales price. Profit 25%, cost price 25% ആണെങ്കിൽ സെയിൽസ് എത്ര ശതമാനമായിരിക്കും സെയിൽസ് പ്രൈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റും അത് രണ്ടും കൂടി, അതായത് ശരിക്കും ഈ 25% ഉണ്ടല്ലോ, അപ്പോൾ 25% ഡിവൈഡഡ് ബൈ 25/125 ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് ഉത്തരം കിട്ടുക. 20% വരിക. അതായത് 25% എന്ന് പറയുമ്പോൾ പ്രോഫിറ്റാണ്. അപ്പോൾ 100 + 25 ആഡ് ചെയ്യുമ്പോൾ 125 പിന്നെ അതേപോലെ തന്നെ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കൂടി കൂട്ടുമ്പോഴാണ് സെയിൽസ് എന്ന് കിട്ടുക. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കുക. സെയിൽസ് ഈക്വൽസ് ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് CGS, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ സെയിൽസ് കിട്ടും. അതായത് അപ്പോൾ 125 കിട്ടും. അങ്ങനെ 25 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20% കിട്ടും കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ചോദ്യം. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന്? സോഴ്സ് ഓഫ് ഫണ്ടാണോ, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണോ, ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണോ, നോ ചേഞ്ച് ഇൻ ഫണ്ടാണോ? അതായത് വെൻ എ കമ്പനി സെയിൽസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് ഏൺസ് മണി ഇൻ റിട്ടേൺ. പണം ഇങ്ങോട്ട് വരികയല്ലേ, ഇങ്ങോട്ട് സോഴ്സ് വരികയാണല്ലോ. വിച്ച് മീൻസ് കമ്പനി ബ്രിങ്സ് ഫണ്ട്സ് ഇന്നാണ് കാണിക്കുന്നത്, ഫണ്ട് വരികയാണ് ചെയ്യുന്നത്. വിച്ച് ക്യാൻ ഓൾസോ ബി കാൾഡ് ആസ് ക്രിയേഷൻ ഓർ സോഴ്സ് ഓഫ് ഫണ്ട് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സോഴ്സ് ഓഫ് ഫണ്ടാണ് സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വൈൽ പ്രിപ്പയറിംഗ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അൺപ്രസൻറ്റ് ചെക്കിനെ എന്ത് ചെയ്യും എന്നാണ്. കുറയ്ക്കുകയാണോ കൂട്ടുകയാണോ അങ്ങനെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുന്നത്, വരച്ച് ചെയ്യുന്നത്. ചില ഐറ്റംസ് ആഡ് ചെയ്യും, ചില ഐറ്റംസ് ലെസ് ചെയ്യും. അപ്പോൾ ഇതിൽ ഡെബിറ്റ് ബാലൻസ് എന്ത് വെച്ചാൽ തുടങ്ങണമെന്ന് നോക്കണം. വൈൽ പ്രിപ്പയറിംഗ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് വിത്ത് ഡെബിറ്റ് ബാലൻസ് ആണോ, ഏത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കണം. ഇപ്പോൾ സ്റ്റാർട്ട് വിത്ത് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡെബിറ്റ് ബാലൻസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അൺപ്രസൻറ്റഡ് ചെക്ക് എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണെങ്കിൽ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്, അതായത് അൺപ്രസൻറ്റഡ് ചെക്കിനെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും എന്നാണ് പറയുക കേട്ടോ. ഷുഡ് ബി ആഡഡ് ടു റീച്ച് ദ ക്യാഷ് ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് ബാലൻസ് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ആഡഡ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അത് ഇങ്ങനെ അൺപ്രസൻറ്റഡ് ചെക്ക് അല്ലെങ്കിൽ ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് അങ്ങനെയും ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്പെഷ്യൽ ലെഡ്ജർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സ്പെഷ്യൽ ലെഡ്ജർ ഏതാണെന്ന്? ലോൺ ലെഡ്ജർ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ലെഡ്ജർ, ഗോൾഡ് ലോൺ ലെഡ്ജർ, ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇതെല്ലാം സ്പെഷ്യൽ ലെഡ്ജർ തന്നെയാണ് കേട്ടോ. ലോൺ ലെഡ്ജർ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ലെഡ്ജർ, ഗോൾഡ് ലോൺ ലെഡ്ജർ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. എല്ലാം സ്പെഷ്യൽ ലെഡ്ജർ തന്നെയാണ്. അടുത്തത് വരുന്നത് ഡാഷ് റിസർവ് ഈസ് നോട്ട് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത റിസർവ്സ് ഏതാണെന്ന്? സ്പെസിഫിക് ആണോ, ജനറൽ ആണോ, ഹിഡൻ ആണോ, ഓൾ ഓഫ് ദി അബവ് ആണോ? ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഹിഡൻ റിസർവ്സ് ആണ്. ഹിഡൻ റിസർവ്സ് അല്ലെങ്കിൽ സീക്രട്ട് റിസർവ്സ് കാണിക്കാറില്ല ബാലൻസ് ഷീറ്റിൽ. റിസർവ്സ് ദാറ്റ് ആർ ക്രിയേറ്റഡ് ബൈ, ഒന്നെങ്കിൽ ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ, ലയബിലിറ്റീസ് ഓവർ സ്റ്റേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അസറ്റ്സ് അണ്ടർ സ്റ്റേറ്റ് ചെയ്യാനും ആണ് ഈ ഹിഡൻ റിസർവ്സ് സാധാരണ കാണിക്കുന്നത്. അവരുടെ ഒരു പർപ്പസ് അതിനാണ്. റിസർവ്സ് ദാറ്റ് ആർ ക്രിയേറ്റഡ് ബൈ ഒന്നെങ്കിൽ ഓവർ സ്റ്റേറ്റിംഗ് ദ ലയബിലിറ്റീസ് അല്ലെങ്കിൽ അണ്ടർ സ്റ്റേറ്റിംഗ് ദ അസറ്റ്സ് ആർ നോൺ ആസ് സീക്രട്ട് റിസർവ്സ് പറയുക. ദേ ആർ നോട്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റിൽ കാണിക്കാറില്ല ഹിഡൻ റിസർവ്സ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പ്രിലിമിനറി എക്സ്പെൻസ്
ഈസ് ട്രീറ്റഡ് ആസ് ഡാഷ് എക്സ്പെൻഡിച്ചർ. ഏത് തരം എക്സ്പെൻഡിച്ചർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരംഭ ചിലവുകളാണ്. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പത്തെ ചിലവുകളുണ്ടല്ലോ, അപ്പോൾ അത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസസ് ആർ ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ബിഫോർ ദ ഇൻകോർപ്പറേഷൻ ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രാരംഭ ചിലവുകളാണ്. ഇപ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും റിസർച്ച് ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ സംഭവത്തിന് കാശ് ചിലവാകും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ. അതെല്ലാം എന്താണ്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ദീസ് ആർ ട്രീറ്റഡ് ആസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. പിന്നെ അടുത്ത ചോദ്യം, കളക്ഷൻ, ഡിസ്കൗണ്ടിങ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് മെയ്ഡ് ബൈ. കളക്ഷൻ, ഡിസ്കൗണ്ടിങ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അത് ആരാണ് നടത്തുന്നത്? ഡ്രോയർ ആണോ, ഡ്രോയി ആണോ, ഡെറ്റർ ആണോ, ആക്സെപ്റ്റർ ആണോ എന്നാണ്. അപ്പോൾ കളക്ഷനും ഡിസ്കൗണ്ടിങ്ങും എൻഡോഴ്സ്മെൻറ്റും ഒക്കെ നടത്തുന്നത് ആരാണ്? ഡ്രോയറാണ് നടത്തുന്നത്. ഡ്രോയർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് നടത്തുന്നത്. ഓക്കെ. Endorsement, discounting and collection of bill of exchange is made by the drawer. The individual or firm that issues or signs a draft instructing the drawee to pay specified sum of money to or to the order of name person or to the bearer. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഫേം ഇഷ്യൂ ചെയ്തിട്ട് അതിനാണല്ലോ ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് കാശ് കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ബില്ല് എഴുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അടുത്തത് പറയുന്നത്, ഇഫ് ദ ബെനഫിറ്റ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സിസ്റ്റ് ഫോർ മോർ ദാൻ 1 year ഇറ്റ് ഈസ് കാൾഡ്. ഒന്നിലധികം വർഷം നിലനിൽക്കുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറിന് എന്താണ് പറയുക? ഒന്നിലധികം കാലം നിലനിൽക്കുന്നതാണ് എന്ത്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലേ. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് അത് ഇപ്പോൾ ഈ വർഷം ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം പുതിയ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷമൊക്കെ ചില അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ പോകും. അപ്പോൾ അത് കാലങ്ങളോളം അതിൻ്റെ ബെനിഫിറ്റ് കമ്പനിക്ക് അവൈലബിൾ ആവും. അതാണ് ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സിസ്റ്റ് ഫോർ മോർ ദാൻ 1 year ഒന്നിലധികം വർഷങ്ങളിൽ നിലനിൽക്കുന്ന ഇതാണ് എന്ത്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്തത് അഡ്ജസ്റ്റിംഗ് ഹെഡ്സ്. ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂ ടു എപ്പോഴും ചോദിക്കാറുണ്ട്. ഡ്യൂ ടു അസറ്റാണ്. ഡ്യൂ ബൈ പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റിയാണ്. അപ്പോൾ അതങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ഡ്യൂ ടു എന്ന് പറയുമ്പോൾ അസറ്റാണ്. ഡ്യൂ ടു അസറ്റ്, ഡ്യൂ ബൈ ലയബിലിറ്റി. പിന്നെ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. ഔട്ട്പുട്ട് കോസ്റ്റിംഗ് സ്യൂട്ടബിൾ ടു. അപ്പോൾ സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്നും അറിയപ്പെടുന്നത്. അത് നമ്മൾ കോസ്റ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് നമ്മൾ മുമ്പ് ചെയ്തായിരുന്നു കേട്ടോ. മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്നൊരു ക്ലാസ് ചെയ്തിരുന്നു. കാണാത്ത കൂട്ടുകാരായിരുന്നു ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അതിലൊരുവിധം എല്ലാ കോസ്റ്റിങ്ങും ഇതുപോലത്തെ ടെക്നിക്സ് മൊത്തം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ കാണപ്പെടാറുള്ളത്. ഇപ്പോൾ ബൈസിക്കിളിൻ്റെ ഏതാണ്, ഹോട്ടൽസിൻ്റെ ഏതാണ്, ടെക്സ്റ്റൈൽസിൻ്റെ, അതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് എഴുതി വയ്ക്കുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ഇവിടെ ഔട്ട്പുട്ട് പറയണത് ബ്രിക്കാണ് കേട്ടോ, ബ്രിക്സ് ആണ് പറയണത്. സിംഗിൾ ഔട്ട്പുട്ട് എന്നറിയപ്പെടും. 136ാമത്തെ ക്വസ്റ്റ്യൻ, IDBI ബിഗാൻ ആസ് എ സബ്സിഡിയറി ഓഫ്. IDBI ആരുടെ സബ്സിഡിയറി ആയിട്ടാണ് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ്? RBI, NCDC, ICICI, IFCI. അപ്പോൾ ഏതാണ് ഉത്തരം? RBIയുടെ സബ്സിഡിയറി ആയിട്ടാണ് ആദ്യം, അതായത് IDBI സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉത്തരം RBI ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതാണ് IDBIയുടെ പൂർണ്ണരൂപം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1964 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അണ്ടർ ആൻ ആക്ട്, പാർലമെൻറ്റിൽ ഒരു ആക്ട് പാസ്സാക്കിയിട്ട് ആ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നു. ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1964 എന്നായിരുന്നു. IDBI ആക്ട് 1964 തന്നെയാണ്. അന്നത് വോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് RBI എന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ 1964 പഠിക്കണം. ഡേറ്റ് അടക്കം പറയുകയാണെങ്കിൽ 1 ജൂലൈ 1964 IDBI സ്റ്റാർട്ട് ചെയ്തത്.
എങ്ങനെ, അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആരുടെ സബ്സിഡിയറി ആയിരുന്നു? RBIയുടെ സബ്സിഡിയറി ആയിരുന്നു. ഏതുവരെ? ആ ഒരു വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1976 വരെ, അൺടിൽ 76 വരെ. IDBI അത് കഴിഞ്ഞിട്ട് സബ്സിഡിയറി ബാങ്ക് ആയത് 76 വരെയാണ് കേട്ടോ. പിന്നീട് 76 ശേഷം ഇറ്റ് വാസ് സെപ്പറേറ്റഡ് ഫ്രം RBI ആൻഡ് ദ ഓണർഷിപ്പ് വാസ് ട്രാൻസ്ഫേർഡ് ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓണർഷിപ്പ് ഏറ്റെടുക്കുകയും അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലാവുകയും ചെയ്തു. അങ്ങനെ ഒരു ലാർജസ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും 2019 വീണ്ടും എന്തായി? വീണ്ടും മാറ്റങ്ങൾ സംഭവിച്ചു. ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന ഒരു ഭാഗത്തേക്ക് വരികയാണ് IDBI. വീണ്ടും എന്തായി? ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആക്കി മാറ്റി. എങ്ങനെ? അതിൻ്റെ ഡേറ്റ് പറയുകയാണെങ്കിൽ ജാനുവരി 21, 2019 തൊട്ടിട്ടാണ് പിന്നെ ഒരു പ്രൈവറ്റ് സെക്ടർ കാറ്റഗറിയിലേക്ക് വീണ്ടും വരുന്നത്. അത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC ആണ്. അതിൻ്റെ 51% കൂടുതൽ ഓഹരികൾ സ്വന്തമാക്കുന്നത് LIC ആണ്. അതിനുശേഷം LICയുടെ ഒരു കൺട്രോളിലേക്ക് വരികയാണ് IDBI ബാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. IDBI ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ജാനുവരി 21, 2019 ശേഷം. അപ്പോൾ ഇപ്പോൾ ആരുടെ കീഴിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LIC ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയണതാണ് ശരി. LICയുടെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും ഉടമസ്ഥതയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. കൂടുതൽ 51% കൂടുതൽ ആർക്കാണ്? LICക്കാണ് ഷെയർ ഉള്ളത്. അപ്പോൾ LIC ആണെന്ന് പറയാം. പ്ലസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും വരുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒന്ന് ഓർത്തിരിക്കും. അടുത്തത് ഡ്രോയർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡ്രോയർ ആരാണെന്നാണ് ചോദിച്ചത്. ഡ്രോയർ ആരാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരാണ്? ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്ന ആൾ. അത്രയേ ഉള്ളൂ. ബാങ്കറാണോ, ക്രെഡിറ്ററാണോ, ഡെറ്ററാണോ, ഏജൻ്റാണോ, ആരാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു പ്രോമിസറി നോട്ടിൽ ഐ പ്രോമിസ് ടു പേ എന്ന് പറഞ്ഞിട്ട് കടക്കാരനാണ് ഉണ്ടാക്കുന്നത്. ബില്ല് പക്ഷേ എഴുതുന്നത് ആരാണ്? ക്രെഡിറ്ററാണ്. എനിക്ക് ഒരാൾ പൈസ തരാനുണ്ടെങ്കിൽ ഞാൻ എഴുതുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്? അയാളെനിക്ക് തരാണ്ട് എന്ന് പറഞ്ഞിട്ടാണ്, ഞാൻ അയാൾക്ക് കൊടുക്കാണ്ട് എന്ന് പറഞ്ഞിട്ടല്ല. അപ്പോൾ ക്രെഡിറ്ററാണ് എന്തെഴുതുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതുന്നത് ക്രെഡിറ്ററാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുന്ന NI ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 7 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുന്നത്. എത്ര പാർട്ടികളാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലുള്ളത്? 3 പാർട്ടികളാണുള്ളത്. ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേയി ഉണ്ട്. അങ്ങനെ 3 പാർട്ടികളുണ്ട്. പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നിർബന്ധമായിട്ട് വേണ്ട കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ് ആണ്, അതൊന്ന്. പിന്നെ ഇത് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ, അതും പ്രധാനപ്പെട്ടതാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ് ആണ്. ഇത് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ ആണ്. സൈൻഡ് ബൈ ദ മേക്കർ, സൈൻ ചെയ്തിരിക്കണം. എങ്ങനെ? ഡയറക്റ്റിംഗ് എ സർട്ടൻ പേഴ്സൺ, ഒരു വ്യക്തിനെ ഡയറക്റ്റ് ചെയ്തിട്ടായിരിക്കണം. ടു പേ എ സർട്ടൻ സം ഓഫ് മണി ഓൺലി, പണം മാത്രമേ തരാൻ പറ്റുള്ളൂ, അല്ലാതെ സാധന സാമഗ്രികളൊന്നും ഇതിൽ പറയുന്നില്ല. പണം ആയിരിക്കണം പ്രധാനം, തരുന്നത് പണമായിരിക്കണം, അത് വേണം. പിന്നെ ടു ദ ഓർഡർ ഓഫ് എ സർട്ടൻ പേഴ്സൺ, അല്ലെങ്കിൽ ഏതെങ്കിലും പറയുന്ന വ്യക്തിക്ക് കൊടുക്കുക. ഓർ ടു ദ ബിയറർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻ്റ് വഹിക്കുന്നവർ ആരോ അവർക്ക് നൽകുക എന്നുള്ള ഒരു ഉടമ്പടിയോടുകൂടി ഉണ്ടാക്കുന്നതാണ് എന്ത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്ററാണ് ഉണ്ടാക്കുന്നത്. 3 പാർട്ടിയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലുള്ളത്. ആരാണ് ഡ്രോയർ എന്ന് വെച്ചാൽ ആരാണോ ബില്ല് എഴുതുന്നത് അയാളാണ് ഡ്രോയർ. അയാൾ ആരായിരിക്കും? ഒന്നെങ്കിൽ സെല്ലർ, അല്ലെങ്കിൽ അയാൾ ആരായിരിക്കും? ക്രെഡിറ്റർ ആയിരിക്കും. ഈ 2 പേരാണ് ഉള്ളത്. പിന്നെ ഡ്രോയി ആരാണ് ഡ്രോയി എന്ന് വെച്ചാൽ ആർക്കെതിരെയാണോ ഈ ബില്ല് എഴുതുന്നത് നമ്മൾ, അതായത് എനിക്ക് പൈസ തരാനുള്ള ആൾ, അതാണ് ഡ്രോയി. അത് ബയ്യർ ആയിരിക്കും, അല്ലെങ്കിൽ കടക്കാരനായിരിക്കും, ഡെറ്റർ ആയിരിക്കും. അപ്പോൾ ദ പേഴ്സൺ ടു ഹൂം ദ ബില്ല് ഈസ് ഡ്രോൺ, ആർക്ക് എതിരെയാണോ ഈ ബില്ല് എഴുതുന്നത്, അപ്പോൾ അയാളാണ് ഡ്രോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പേയി എന്ന് വെച്ചാൽ ദ പേഴ്സൺ ടു ഹൂം ദ പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ്. ചിലപ്പോൾ ഡ്രോയർ ആവാം, അല്ലെങ്കിൽ ഡ്രോയർ തന്നെയാവും വാങ്ങുന്നത്. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ബാങ്കിന് കൊടുക്കാം. പൈസ ആരാണോ കൈപ്പറ്റുന്നത് അത് പേയ്. അപ്പോൾ ദ പേഴ്സൺ ഹു ഓർഡേഴ്സ് ടു പേ ഇൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് കാൾഡ് ഡ്രോയർ, അല്ലെങ്കിൽ ക്രെഡിറ്റർ എന്നറിയപ്പെടും. ദ പേഴ്സൺ ഹൂ ഈസ് ഡയറക്റ്റഡ് ടു പേ എ ബിൽ എന്ന് പറയുന്നത് ആരാണ്? ബയർ ഓഫ് ഗുഡ്സ് വാങ്ങി പൈസ കൊടുക്കാണ്ട് അയാളാണ് ആര്? ഡെറ്ററാണ് അയാളാണ് ഡ്രോയി എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ 2 തരത്തിലുള്ള ആക്സെപ്റ്റൻസ് വരുന്നുണ്ട് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കേസിൽ. ഒന്ന് ജനറൽ ആക്സെപ്റ്റൻസും വരുന്നുണ്ട്, പിന്നെ ഒരു ക്വാളിഫൈഡ് ആക്സെപ്റ്റൻസും വരുന്നുണ്ട്.
രണ്ട് തരത്തിലുള്ള ആക്സെപ്റ്റൻസ് ആണ് വരുന്നത്. ജനറൽ ആക്സെപ്റ്റൻസും ഉണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആക്സെപ്റ്റൻസും ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഡേയ്സ് ഓഫ് ഗ്രേസിൻ്റെ കാര്യം അറിയുണ്ടാവും. 3 days ആണ് ഡേയ്സ് ഓഫ് ഗ്രേസ് കൊടുക്കുക. ഫ്രം ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഓഫ് ദ ബില്ല് കഴിഞ്ഞ് 3 days ആണ് കൊടുക്കുക. പിന്നെ ഒരു ബില്ല് എൻഡോസ് ചെയ്യുമ്പോൾ എൻഡോസർ വിൽ ക്രെഡിറ്റ് ബിൽസ് റിസീവബിൾ എന്ന് ആലോചിച്ചിരിക്കുക. ഇതൊക്കെയാണ് പ്രത്യേകിച്ച് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് കുറച്ചൊരു ഫാക്റ്റ് കേട്ടോ, ബേസിക് ഫാക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. അടുത്തത് ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് എൻ ഏജൻറ്റ് ഈസ് സൈനിങ് ആസ് ആൻ എൻഡോസർ ആൻഡ് എക്സ്ക്ലൂസ് ഹിംസെൽഫ് ഫ്രം പേഴ്സണൽ ലയബിലിറ്റി. എൻഡോഴ്സ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എൻഡോഴ്സ്മെൻറ്റിൽ ഒരു ഏജൻ്റാണ് സൈൻ ചെയ്യുന്നത്, എൻഡോസർ, ആൻഡ് എക്സ്ക്ലൂഡ്സ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലയബിലിറ്റിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള എൻഡോഴ്സ്മെൻറ്റിനെ ഏതു പേരിലാണ് അറിയപ്പെടുക എന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ഏജൻ്റ് ആണെന്ന്, അല്ലേ? ഏജൻ്റാണ്. അപ്പോൾ ഏജൻറ്റ് നടത്തുന്നത് എന്താണ്? ഏജൻറ്റ് നടത്തുന്ന ഒരൊറ്റ എൻഡോഴ്സ്മെൻറ്റേ ഉള്ളൂ, പെർപ്രോ എൻഡോഴ്സ്മെൻറ്റ്. ഏജൻറ്റ് എന്ന വാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വരണം? പെർപ്രോ എന്ന് ഓർമ്മ വരണം. അപ്പോൾ പെർപ്രോ ആയതുകൊണ്ട് തന്നെ ഹി എക്സ്ക്ലൂഡ്സ് ഹിംസെൽഫ് ഫ്രം പേഴ്സണൽ ലയബിലിറ്റി. ഏജൻ്റ് ആണല്ലോ, അത് പ്രത്യേകിച്ച് പെർപ്രോ എന്ന വാക്ക് കാണുമ്പോൾ തന്നെ ഇറ്റ്സ് എ വാണിംഗ് ആണ് മറ്റാൾക്ക്. ഇത് ഏജൻ്റ് ആണ് എന്നിട്ടുള്ള ഒരു വാണിംഗ് മറ്റേ പാർട്ടിക്ക് തോന്നണം ഈ പെർപ്രോ കാണുമ്പോൾ തന്നെ. പിന്നെ സാൻസ് ഫ്രൈസ് ഉണ്ട്, സാൻസ് റിക്കോസ് ഉണ്ട്, ഫാക്കൾട്ടേറ്റീവ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് എന്താണെന്ന് നമുക്ക് പറഞ്ഞിട്ട് പോവാം. എന്താ സാൻസ് ഫ്രൈസ്? സാൻസ് ഫ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ വിത്തൗട്ട് എക്സ്പെൻസ് എന്നാണ് വാക്ക്. വിത്തൗട്ട് എക്സ്പെൻസ് ആണ്. ദ എൻഡോസർ ഈസ് ലയബിൾ ഫോർ ദ എമൗണ്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓൺലി, നോട്ട് ഫോർ ദ എക്സ്പെൻസസ്. അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാന തുകയുണ്ടല്ലോ, ആ തുകയ്ക്ക് മാത്രമേ അദ്ദേഹം ലയബിൾ ആവുള്ളൂ. അദ്ദേഹത്തിന് അതിനെ തുടർന്ന് ഡിസോണറായി, അപ്പോൾ ഡിസോണർ ആകുമ്പോഴുള്ള നോട്ടിംഗ് ചാർജ് അതിനൊന്നും അയാൾക്ക് ബാധ്യതയില്ല. അപ്പോൾ അതാണ് പറയുന്നത് സാൻസ് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. ദ എൻഡോസർ ഈസ് ലയബിൾ ഫോർ ദ എമൗണ്ട് ഓൺലി, എമൗണ്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓൺലി, നോട്ട് ഫോർ ദ എക്സ്പെൻസസ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഫാക്കൾട്ടേറ്റീവ് എന്താ പറയണത്? അത് പറയണത് എൻഡോസർ വേവ് ചെയ്യാണ് ഇത് സം ഓഫ് ഹിസ് റൈറ്റ്സ് ഓൺ ദ ഇൻസ്ട്രുമെൻറ്റ് ആഫ്റ്റർ എൻഡോഴ്സ്മെൻറ്റ് ലൈക്ക് നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ്. നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് അവകാശങ്ങൾ വേവ് ചെയ്യാണ്. പിന്നെ സാൻസ് റീകോസ് എന്താണെന്ന്? സാൻസ് റീകോസും സെയിം തന്നെയാണ്. വിത്തൗട്ട് റീകോസ് ടു മീ എന്ന് എഴുതിയിട്ടുണ്ടാവും. എൻഡോസർ, അതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസർ ലിമിറ്റ്സ് ഓർ ഫ്രീസ് ഹിസ് ലയബിലിറ്റി ഹിംസെൽഫ്. അതായത് അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി ഫ്രീസ് ചെയ്യണം അദ്ദേഹം. വിത്തൗട്ട് റീകോസ് ടു മീ എന്ന് പറയുക മാത്രമല്ല, എൻഡോസർ ലിമിറ്റ്സ് ഓർ ഫ്രീസ് ഹിസ് ലയബിലിറ്റി ഹിംസെൽഫ്. സ്വയം അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി, അതായത് ഇതിന് തുറന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, എമൗണ്ടിന് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, തുറന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ലയബിൾ അല്ല എന്ന് പറയുന്നതാണ് ഈ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ. ഈ തരത്തിലുള്ളതെല്ലാം അതിനെക്കുറിച്ചിട്ട്, അങ്ങനത്തെ എൻഡോഴ്സ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ യൂഷ്വലി ദ സിഗ്നേച്ചർ ഓഫ് ഡാഷ് ഈസ് സൈൻ ഓൺ ദ ബാക്ക് ഓഫ് എ ചെക്ക്. ചെക്കിൻ്റെ ബാക്കിൽ ആരാണ് സൈൻ ചെയ്യുന്നത്? നമ്മളിപ്പോൾ എമൗണ്ട് വാങ്ങാൻ പോയി, നമുക്ക് ഒരു ചെക്ക് വന്നു. അപ്പോൾ ആ ചെക്കും കൊണ്ട് നമ്മൾ പോകുമ്പം നമ്മളാണ് അവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ, ബാക്കിൽ എഴുതൂ എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ ആൾ ബാക്കിൽ എഴുതി തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പറയുന്ന അത് ആരാണ്? പേയി ആണ് അവിടെ കേട്ടോ. ആരാണോ കാശ് കൈപ്പറ്റുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹമാണ് അവിടെ ബാക്കിൽ എഴുതേണ്ടത്. അപ്പോൾ ചിലവർ ഫോൺ നമ്പറൊക്കെ വാങ്ങിക്കുന്നുണ്ട്, ചിലവർ ഒപ്പിടാൻ മാത്രം പറയും. അപ്പോൾ ആരാണ് അവിടെ? പേയി ആണ് ഈ ബാക്കിൽ, ചെക്കിൻ്റെ ബാക്കിൽ ഒപ്പിടുന്നത് പേയി ആണ്. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് ബില്ല്, അതായത് എ ബില്ല് മെയ്ഡ് പേയബിൾ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിനുള്ള ബില്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് പറയണത്. അപ്പോൾ കൈറ്റ് ബില്ലുണ്ട്, ടൈം ബില്ലുണ്ട്, എസ്ക്രോ ബില്ലുണ്ട്, ട്രേഡ് ബില്ലുണ്ട്. ഫ്യൂച്ചർ ഡേറ്റിലുള്ളതിനെ എന്ത് പറയുന്നു? ടൈം ബില്ല് എന്നാണ് പറയുക. ഫ്യൂച്ചർ ഡേറ്റിനുള്ളതിനെ പറയുന്നത് എന്ത് ബില്ലെന്നാണ്? ടൈം ബില്ലെന്നാണ് പറയുക. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും ഈ ഭാഗം. അപ്പോൾ സൈറ്റ് ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈറ്റ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽസ് വിച്ച് ആർ പേയബിൾ ഓൺ ഡിമാൻഡ്, ഡിമാൻഡിനനുസരിച്ച് കൊടുക്കുന്നത് സൈറ്റ് ബില്ല്. അറ്റ് സൈറ്റ് അല്ലെങ്കിൽ ആ പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അല്ലേ. സൈറ്റ് ബില്ല് എന്ന് പറഞ്ഞാൽ ബിൽസ് വിച്ച് ആർ പേയബിൾ ഓൺ ഡിമാൻഡ്. പിന്നെ ഉസാൻസ് ബില്ല് അല്ലെങ്കിൽ ടൈം ബില്ല് എന്നറിയപ്പെടുന്നത് ബിൽസ് പേയബിൾ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം. സൈറ്റ് ബിൽ എന്ന് വെച്ചാൽ
സൈറ്റിൽ തന്നെ ബിൽസ് വിച്ച് ആർ പേയബിൾ ഓൺ ഡിമാൻഡ്. പിന്നെ ബിൽസ് പേയബിൾ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരിയഡ് എന്ന് പറയുന്നതാണ് എന്ത്, ഫ്യൂച്ചർ ഡേറ്റിൽ കൊടുക്കുന്നതാണ് ടൈം ബിൽ അല്ലെങ്കിൽ ഉസാൻസ് ബിൽ. പിന്നെ എന്താ ഡോക്യുമെൻ്ററി ബില്ല് എന്തെങ്കിലും ഡോക്യുമെൻസുമായി അക്കമ്പനീഡ് വന്നു കഴിഞ്ഞാൽ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ഒക്കെ പോലത്തെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഡോക്യുമെൻ്ററി ബില്ലെന്ന് പറയും. ഡോക്യുമെൻ്ററി ബില്ല് ഇല്ലാത്തതിനെ എന്തു പറയും, ക്ലീൻ ബില്ലെന്ന് പറയും. ബിൽസ് വിത്തൗട്ട് എനി ഡോക്യുമെൻ്റ് ആണെങ്കിൽ അതിനെ ക്ലീൻ ബില്ലെന്ന് പറയും. എന്നാൽ ഡോക്യുമെൻറ്റോട് കൂടിയുള്ള ബില്ലുകളെ എന്തു പറയും, ഡോക്യുമെൻ്ററി ബില്ലെന്ന് പറയും. പിന്നെ ട്രേഡ് ബില്ലാണ്. എന്താണ് ട്രേഡ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡ് ബില്ലെന്ന് വെച്ചാൽ ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്, ട്രേഡ് ബില്ലാണ്. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലത്തെ ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ട്രേഡ് ബില്ലാണ്. പിന്നെ എന്താണ് അക്കോമഡേഷൻ ബിൽ. അക്കോമഡേഷൻ ബില്ലിൻ്റെ മറ്റു പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കൈറ്റ് ബില്ല് പോലത്തെ പേര്. ഫിക്റ്റീഷ്യസ് ബില്ലെന്ന് പറയും, ക്രോസ് ഫയർ എന്ന് പറയും, വിൻഡ് ബില്ലെന്ന് പറയും, കൈറ്റ് ബില്ലെന്ന് പറയും. ഇതൊക്കെ അക്കോമഡേഷൻ ബില്ലാണ്. അതായത് ഇവിടെ ഒരു ജെനുവിൻ ട്രാൻസാക്ഷൻ ഇല്ല, വിത്തൗട്ട് എനി ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ. ഇത് ഈ ബില്ല് ഡ്രോൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് വിത്തൗട്ട് എനി ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ്റെ പുറത്താണ്. അതായത് ഒരു പരിചയമുള്ള ആൾക്കാരായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം. അപ്പോൾ ഒരു ഫ്രീ ആയിട്ടൊരു രണ്ടു കൂട്ടർക്കും സമ്മതത്തോടു കൂടി തുടങ്ങുന്ന ഒരു ട്രാൻസാക്ഷനാണ്. ഇവിടെ എന്തില്ല, ഡോക്യുമെൻറ്റ്സ് ഒന്നും അവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് പറയണത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് ഒരു നോൺ പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അതാണ് അക്കോമഡേഷൻ ബിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിക്റ്റീഷ്യസ് ബിൽ, ക്രോസ് ഫയർ, വിൻഡ് ബിൽ, കൈറ്റ് ബിൽ. അപ്പോൾ ഈ ഒരു പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. ഈ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ ഇൻലാൻഡ് ബില്ലും ഫോറിൻ ബില്ലും. ഇൻലാൻഡ് ബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻലാൻഡ് നമ്മുടെ വിച്ച് ഷുഡ് ബി ഡ്രോൺ ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ളത് തന്നെ. ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് പേയബിൾ ഇൻ ഇന്ത്യ, അതാണ് എന്ത് ഇൻലാൻഡ് ബിൽ എന്ന് പറഞ്ഞാൽ. ഫോറിൻ ബിൽ എന്ന് പറഞ്ഞാൽ ഫോറിനിലായിരിക്കും. ഡ്രോയർ ആൻഡ് ആക്സെപ്റ്റർ ലീവ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്, ദെൻ സച്ച് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് നോൺ ആസ് ഫോറിൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബില്ലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ബില്ലുകളെ കുറിച്ച് ഒരു റിവിഷൻ പോലെ ഉള്ളത്. ബാക്കി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. 140 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. ഇനി 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം കേട്ടോ. ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റണില്ല. ഓക്കെ, അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക്